പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഓൾ പാസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 50-50 ആണ്. പകുതി മാർക്ക് നമുക്ക് PCP ക്ലാസ്സിൽ പോയാൽ തന്നെ കിട്ടും. ആ ഫോർമാറ്റ് പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC+2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NS ഒക്ടോബർ 2026 നമ്മൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. നമുക്ക് സ്ട്രീം 1-ൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടാവും, സ്ട്രീം 2-ൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ഓൺ ഡിമാൻഡിലൊക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു ഡൗട്ടാണ് ഈ ഒരു NIOSന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇത് എങ്ങനെ നടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷനിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഓൾ പാസ് ആണ്, എല്ലാവർക്കും പാസ്സാകാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NS ഒക്ടോബർ 2026 പരീക്ഷ എഴുതുന്ന കുട്ടികൾ പ്രോപ്പർ ആയിട്ട് ക്ലാസ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എക്സാമിനൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇനി ഒരു ട്യൂഷൻ കിട്ടണം, അല്ലെങ്കിൽ നന്നായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന മാത്രം പ്രിപ്പയർ ആണെന്നൊക്കെ തോന്നുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസിലെ ട്യൂഷനിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുക. ബാസിലെ ട്യൂഷൻ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. താഴെ നമ്പറോട് വിളിച്ച് മക്കളെ നിങ്ങൾക്ക് വേഗം തന്നെ ബാസിലെ ട്യൂഷനിൽ ജോയിൻ ചെയ്യുക. ഫുൾ സബ്ജക്റ്റ് ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ഒക്കെ നമുക്ക് റിവിഷൻ ഒക്കെ വരാൻ പോകുന്നുണ്ട്. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് മാത്രം മതിയിൽ അങ്ങനെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ക്ലാസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ കൺവീനിയൻസ് വെച്ച് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഏത് ക്ലാസ്സുകളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് എക്സാം ഓറിയന്റഡ്, പരീക്ഷ വിജയിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. വിജയിച്ചാൽ മാത്രം പോരാ, നല്ല മാർക്കോട് കൂടി പരീക്ഷ വിജയിക്കാനുള്ള ക്ലാസ്സുകളാണ്. അത് എക്സാം ഓറിയന്റഡ് ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുള്ള ആ പാറ്റേണിലാണ് നമ്മുടെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാസിൻ ട്യൂഷനിലോട് ജോയിൻ ചെയ്യുക. താഴെ നമ്മളോട് വിളിച്ച് മക്കളെ വേഗം തന്നെ സീറ്റ് എടുത്തോളൂ. ഓക്കെ, നമ്മുടെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് എല്ലാവർക്കും വിജയിക്കണം, എല്ലാവർക്കും പാസ്സാവണം, ഓൾ പാസ് വേണം. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഓൾ പാസ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 50-50 ആണ്. പകുതി മാർക്ക് നമുക്ക് PCP ക്ലാസ്സിൽ പോയാൽ തന്നെ കിട്ടും. ആ ഫോർമാറ്റ് അസസ്മെന്റിന് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയാൽ തന്നെ നമുക്ക് കിട്ടും. ഈ PCP ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രീം 2-ലും ഓൺ ഡിമാൻഡിലുള്ള കുട്ടികൾക്ക് PCP ക്ലാസ് ഉണ്ടാവില്ല, അവർക്ക് നേരിട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ്. സ്ട്രീം 1-ൽ ഒക്ടോബർ, ഞാൻ ഈ ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഈ ഒക്ടോബറിൽ സ്ട്രീം 1-ത്തെ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്, സ്ട്രീം 2-ലെ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. അതല്ലാതെ അതിന് മുമ്പ് സെപ്റ്റംബറിൽ ഓൺ ഡിമാൻഡ് കുട്ടികൾ പരീക്ഷ. ഓൺ ഡിമാൻഡ് സ്ട്രീം 2 ആണെങ്കിൽ നിങ്ങൾക്ക് PCP ക്ലാസ് മാറ്റേണ്ട ആവശ്യമില്ല, നേരിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രീം 1-ലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒക്ടോബറിൽ നിങ്ങൾക്ക് PCP ക്ലാസ്സിന് 50 മാർക്ക്, 50 മാർക്കല്ല, മൊത്തം ഇപ്പോൾ ഒരു 40 മാർക്കിന് ചോദ്യ പേപ്പർ ആണെങ്കിൽ 20 മാർക്ക് PCP, 30 മാർക്കിനാണെങ്കിൽ 15 മാർക്ക്, 20 മാർക്കാണെങ്കിൽ 10 മാർക്ക്. സോ മൊത്തം മാർക്കിന്റെ 50%, അതായത് പകുതിയോളം മാർക്ക് നമുക്ക് വരുന്ന PCP ക്ലാസ് ആണ്, പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറയും. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് NIOS നടത്തുന്നതാണ്. നമുക്ക് എവിടെയാണോ നമ്മുടെ ID കാർഡിൽ കിട്ടിയ സ്റ്റഡി സെന്റർ, ആ സ്റ്റഡി സെന്ററിൽ പോയിട്ട് നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പാസ്സാവാൻ പകുതി പാസ്സാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെക്കോർഡ് ബുക്ക് കൊണ്ട് അവിടെ ചെന്നാൽ മതി. ഇനി അതിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മാർക്ക് കിട്ടുന്നത് വളരെ രസമാണ്. അതായത് നിങ്ങൾ 5 PCP ക്ലാസ് അറ്റൻഡ് ചെയ്തോ അതിന് കിട്ടും മാർക്ക്. നിങ്ങൾ അവിടെ പോയിട്ട് നല്ല രീതിയിൽ ആ ടീമുമായിട്ടൊക്കെ കൊളാബറേറ്റ് നല്ല രീതിയിൽ നിന്നോ, ഓക്കെ, നിങ്ങളുടെ നല്ല ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തോ അതിനും കിട്ടും മാർക്ക്. നിങ്ങളുടെ അറ്റൻഡൻസിനൊക്കെ മാർക്ക് കിട്ടും. അതേപോലെ തന്നെ റെക്കോർഡ് ബുക്ക് കയ്യിൽ വെച്ചാൽ അതിന് മാർക്ക് കിട്ടും. അതേപോലെ ഈ പറഞ്ഞ എല്ലാ പ്രോട്ടോകോൾസും നോക്കും. അപ്പൊ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഫുൾ മാർക്ക്, അതായത് PCPയുടെ മൊത്തം മാർക്കിന്റെ പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റെക്കോർഡും പിടിച്ച് നല്ല രീതിയിൽ നമ്മളവിടെ പോയിട്ട് ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, നമുക്ക് അവിടെ ആ മാർക്ക് കിട്ടും. PCPയുടെ കാര്യമാണ് ഫോർമാറ്റ് അസസ്മെന്റ് ആണ് പറയുന്നത്. ഇനി ബാക്കി സമ്മേറ്റീവ് അസസ്മെന്റ് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. അപ്പൊ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഭയങ്കര ടഫ് ആയിരിക്കുമോ എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ NIOS എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം അത്ര ടഫ് ഒന്നല്ല. നമുക്ക് തിയറി എക്സാമിനേഷനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നെഴുതിയിട്ട് പ്രാക്ടിക്കൽ വേണ്ട എന്നുള്ളതല്ല. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമ്മുടെ സ്ട്രീം 1 സ്ട്രീം 2 ഒക്കെ വരുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇതാ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പൊ നടന്നുകൊടുക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഈ വരുന്ന സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക. അതായത് ഒക്ടോബർ നവംബറിലാണ് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഉണ്ടാവുക. അതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിലൊക്കെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ PCP ക്ലാസ്സിന് പോകുമ്പോൾ അവർ ചിലപ്പോൾ 3-4 എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ തരും, അല്ലെങ്കിൽ എഴുതാൻ തരും. അപ്പോൾ ആ 4 എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കിപ്പോയാൽ മാത്രം മതി. സോ ഈ ഒരു എക്സ്പെരിമെന്റുകളിൽ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറയാൻ ഇതാക്കാൻ പറയുന്നത്, അത് നമ്മൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് ഫുൾ മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് മൊത്തം മാർക്കിന്റെ പകുതി ആദ്യം തന്നെ കിട്ടി, ബാക്കി പകുതി അങ്ങനെ കിട്ടും. ഓക്കെ,
ഇനി NAOSന്റെ ലാബിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ലാബ് എന്നല്ല, വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും പോയിട്ട് അനായാസമായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ലാബ് എക്സാമിനേഷൻ തന്നെയാണ്. അപ്പൊ ഈ കാര്യം ആലോചിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട. നിങ്ങൾ തിയറി സബ്ജക്ട്സിലോട് കൂടുതൽ ഫോക്കസ് ചെയ്യുക, പ്രാക്ടിക്കൽ വേണ്ട എന്നുള്ളത് പ്രാക്ടിക്കൽ വേണ്ട പ്രോട്ടോകോൾ സ്കീപ്പ് ചെയ്യുക, റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുക, അതേപോലെ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ജസ്റ്റ് പോയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അതുവരെ പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അത് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോവാം. നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ കാപ്പബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കുക, അത്ര മാത്രം മതി. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഫുൾ മാർക്ക് കിട്ടും. ഇതുവരെ നമ്മുടെ കുട്ടികൾക്കൊന്നും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് പോയിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം കറക്റ്റ് ചെയ്യും. ആർക്കാ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് പോയതെന്ന് വെച്ചാൽ ഈ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ, പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ബുക്ക് കൊണ്ടാവാത്ത ഇങ്ങനത്തെ കുറെ കൺസേൺസ് ഉള്ള കുട്ടികൾക്കൊക്കെ അവിടെ മാർക്ക് പോയിട്ടുണ്ട്. അവർക്ക് SYCP എന്നുള്ള റിസൾട്ട് ഫൈനലി വന്നിട്ടുണ്ട്. അതായത് പ്രാക്ടിക്കൽ തോറ്റുപോയി എന്നുള്ളത്. അത് തോറ്റുപോകുന്നത് പഠിക്കാത്തതുകൊണ്ടല്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്താ നോക്കുക, PCP ക്ലാസ് 5 ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പകുതി മാർക്ക് കിട്ടി, ബാക്കി റെക്കോർഡ് വെച്ചിട്ട് നമ്മൾ 4 എക്സ്പെരിമെന്റ് കൊണ്ട് പരീക്ഷയ്ക്ക് പോവുക. അവിടെ നിന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്തൊക്കെ നോക്കി നമ്മൾ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡി ക്ലിയർ ചെയ്ത് പോരുകയാണെങ്കിൽ നമ്മുടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്രാക്ടിക്കൽ എക്സാം. ഇനി തിയറി എക്സാമിനേഷൻ വളരെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് തന്നെ നമുക്ക് തിയറി എക്സാമിനേഷൻ വരണം. അപ്പോൾ നമുക്ക് അതിലോട്ട് ഫോക്കസ് ചെയ്യാം. ഈ PCP ക്ലാസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്ന സബ്ജക്ട് നിങ്ങൾക്ക് അറിയണം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ ആൻഡ് ഹോം സയൻസ് ഒക്കെ പോലത്തെ ലാബ് വിഷയങ്ങൾക്കാണ് നമുക്ക് ഈ ഒരു PCP ക്ലാസും പ്രാക്ടിക്കൽ എക്സാമിനേഷനും വരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ പാസ് ആണ്, എല്ലാവർക്കും പാസ് ആകാൻ പറ്റും. എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കമന്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ ഞാനൊരു ഒക്ടോബർ 2023 സപ്പോർട്ട് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. ആർക്ക് വേണം ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്ത് വെക്കുക. ഒക്ടോബർ 2026 പരീക്ഷ എഴുതാൻ പോകുന്ന സ്ട്രീം 1 സ്ട്രീം 2 കുട്ടികൾക്കൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരാം. എക്സാം വിജയിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ ഡയറക്ഷൻസും നോട്ടിഫിക്കേഷൻസും എല്ലാ പാത്വേസും ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന. ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന ആയിരിക്കും. സോ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഈ ഒരു PCP ക്ലാസും പ്രാക്ടിക്കൽ എക്സാമിനേഷനും എങ്ങനെ ഫുൾ മാർക്കോട് കൂടി പാസ് ആകാൻ പറ്റുന്നത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.